UDF കൺവീനറും ചാലക്കുടി സ്ഥാനാർത്ഥിയുമായ ബെന്നി ബെഹനാൻ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ. ബെന്നി ബെഹനാനെ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാക്കി. ആരോഗ്യനില തൃപ്തികരമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. വളരെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അകത്തേറി കണ്ടു, സംസാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പേപ്പർ വായിക്കാൻ വേണമെന്ന് പറയുന്നത്. അപ്പോൾ കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. എത്ര ദിവസം കൂടെ ആശുപത്രി കഴിയണമെന്നാണ് പറയുന്നത്? 2 ദിവസം എന്തായാലും ICUവിൽ കംപ്ലീറ്റ് റെസ്റ്റ് വേണം. അപ്പോൾ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത് 2 ദിവസത്തെ വാഹന പ്രചരണ ജാഥ ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവായിട്ട് തന്നെ ചെയ്യാം. 2 ദിവസം കഴിഞ്ഞ് അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുമെന്ന് തന്നെയാണോ തീരുമാനം? ഒരു 5 ദിവസമെങ്കിലും റെസ്റ്റ് വേണ്ടി വരും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇറങ്ങാൻ പറ്റുള്ളൂ. എൻ ശ്രീനാഥ് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീനാഥ്, അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് ബെന്നി ബെഹനാനെ ഈ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം തീരെ അവശനായിരുന്നു. പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്തു. അപ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തത്. ഏതായാലും അദ്ദേഹത്തിന് 48 മണിക്കൂർ വിശ്രമം ആവശ്യമുണ്ട് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ 48 മണിക്കൂർ വിശ്രമം വേണ്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വാഹന പര്യടനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. വാഹന പര്യടനം 2 ദിവസത്തേക്ക് ഒഴിവാക്കി കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക. ആ സമയത്ത് പ്രവർത്തകർ അദ്ദേഹത്തിന് വേണ്ടി പ്രചരണം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും 11 മണിക്ക് അടിയന്തരമായി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ യോഗത്തിൽ വെച്ചായിരിക്കും ഭാവി തെരഞ്ഞെടുപ്പ് പരിപാടികളെക്കുറിച്ചുള്ള ഒരു തീരുമാനത്തിലെത്തുക. ഏതായാലും സ്ഥാനാർത്ഥിക്ക് 2 ദിവസം വിശ്രമം ആവശ്യമുണ്ട്. അദ്ദേഹം കുറേ ദിവസങ്ങളായി ഉറക്കമില്ലാതെ പര്യടനത്തിലും പ്രവർത്തനങ്ങളിലുമാണ്. രാത്രി വളരെ വൈകിയാണ് അദ്ദേഹം വീട്ടിലെത്തുന്നത്. 12 മണിക്കും 1 മണിക്കുമൊക്കെ വീട്ടിലെത്തിയ ശേഷം പുലർച്ചെ തന്നെ യാത്ര തിരിക്കുന്നു. ഇതൊക്കെ തന്നെയാവാം, ഈ ശാരീരിക അലച്ചിലാവാം ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് കാരണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ ഈ ആശുപത്രിയിൽ വിശ്രമത്തിലാണ്. 48 മണിക്കൂറിന് ശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ പര്യടനം മറ്റു കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. എൻ ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്.